നോമ്പ് ചിന്തകൾ 7-ാം തിങ്കൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 48 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജെറുസലേം നഗരത്തെ ഓർത്ത് വിലപിക്കുന്നതും തുടർന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്നതുമായ സംഭവമാണ്. ജെറുസലേം നഗരത്തെ കണ്ടപ്പോൾ അതിൻ്റെ ഭാവിയെ ഓർത്ത്, ജനത്തിൻ്റെ ആത്മീയ അന്ധതയെ ഓർത്ത് ഈശോ ദുഃഖിക്കുകയാണ്. ജെറുസലേം നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നതായി പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതേ തുടർന്ന് ഈശോ ദേവാലയ ശുദ്ധീകരണം നടത്തുകയാണ്. അവിടെയുള്ള കച്ചവടക്കാരെയെല്ലാം ഈശോ പുറത്താക്കുന്നു. പ്രതീകാത്മകമായി ഇത് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ഒരു തിരുത്തലും പഠിപ്പിക്കലും നമുക്കിവിടെ കാണാം. കാരണം ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റരുത് എന്ന്. ദേവാലയം പ്രാർത്ഥനയുടെയും കരുണയുടെയും ആരാധനയുടെയും ഇടമായിരിക്കണം. നമുക്കും ചിന്തിക്കാം, ദേവാലയത്തിലെ നമ്മുടെ സാന്നിധ്യം എപ്രകാരമുള്ളതാണ്. അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയവും പരിശുദ്ധമായിരിക്കണം. നോമ്പുകാല ചൈതന്യത്തിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഈശോയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വാസഗേഹമാക്കി നമുക്ക് മാറ്റാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.